അടുത്തത് ടെലിസൈക്കിക്സ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു നഴ്സിൻ്റെ അനുഭവമാണ് അടുത്തതായി ജോസഫ് മർഫി പറയുന്നത്. ഒരു നഴ്സ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. യാത്രയുടെ തലേന്ന് അവൾക്കൊരു വ്യക്തമായ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു, നിന്റെ യാത്ര ക്യാൻസൽ ചെയ്യൂ. അവൾ പേടിച്ചുണർന്നു. പക്ഷേ ആ ഉള്ളിലെ നിർദ്ദേശം അനുസരിച്ച് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. പിന്നീട് കണ്ടത് അവൾ ബുക്ക് ചെയ്ത വിമാനം യഥാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ പിന്നിലെ തത്വം ഇതായിരുന്നു. അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സംഭവം നടക്കുന്നതിന് മുമ്പ് അത് അവൾക്ക് കാണിച്ചു കൊടുത്തു. കാരണം അവളെ സംരക്ഷിക്കാനായിരുന്നു. വിമാനം ഹൈജാക്ക് ചെയ്യാനുള്ള പ്ലാൻ യൂണിവേഴ്സൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നേരത്തെ ഉണ്ടായിരുന്നു. അവൾ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം സ്വപ്ന രൂപത്തിൽ അവളുടെ ആഴമുള്ള മനസ്സിൽ നിന്ന് കിട്ടി. ഡിവൈൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അവൾ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്നത്. ഈ പറഞ്ഞാൽ നിന്റെ ഉള്ളിലെ ഹയർ സെൽഫുമായി കണക്ട് ചെയ്താൽ അത് അപകടങ്ങളിൽ നിന്ന് പോലും നിന്നെ സംരക്ഷിക്കും. പ്രാർത്ഥന പ്ലസ് വിശ്വാസം വഴി ആ മാർഗനിർദ്ദേശം കിട്ടും. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് നഴ്സ് ചൊല്ലിയ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ഞാൻ പോകുന്നിടത്തൊക്കെ സ്നേഹം എനിക്ക് മുന്നിൽ പോകുന്നു. എൻ്റെ വഴി സന്തോഷവും ആനന്ദവും മഹിമയുമാകുന്നു. ദൈവത്തിൻ്റെ ശാശ്വത സ്നേഹത്തിൻ്റെ വിശുദ്ധ വൃത്തം എന്നെ ചുറ്റിയിരിക്കുന്നു. ദൈവം എപ്പോഴും എന്നെ സംരക്ഷിക്കുന്നു. എനിക്ക് ഒരു അനുഗ്രഹീത ജീവിതമാണ്. ഈ പ്രാർത്ഥന അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസുമായുള്ള നേരിട്ടുള്ള സംഭാഷണമാണ്. നിന്റെ ഉള്ളിലെ ആ ശക്തി എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. നിന്റെ ചിന്തയുടെ സ്വഭാവത്തിനനുസരിച്ച് അത് മറുപടി തരും. പ്രാർത്ഥനയിൽ നീ സംസാരിക്കുന്നത് നിന്റെ ഹയർ സെൽഫിനോടാണ്. ആളുകൾ അതിനെ പല പേരിൽ വിളിക്കുന്നു: ദൈവം, ട്രൂ സെൽഫ്, ലിവിങ് സ്പിരിറ്റ്, ഫാദർ വിത്തിൻ, ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്, ഓവർ സോൾ, ബ്രഹ്മം, അള്ളാ തുടങ്ങിയവ. നിന്റെ ചിന്തകൾ വിത്തുകൾ പോലെയാണ്. നിന്റെ ഉള്ളിലെ ഇൻഫിനിറ്റ് പവർ അതിന് മറുപടി തരും. പേടി ചിന്തിച്ചാൽ പേടി കിട്ടും. സന്തോഷം ചിന്തിച്ചാൽ സന്തോഷം കിട്ടും. സ്നേഹവും സംരക്ഷണവും ചിന്തിച്ചാൽ അത് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നഴ്സിൻ്റെ പ്രാർത്ഥന വർക്ക് ചെയ്തതിൻ്റെ കാരണം അവൾ വിശ്വാസത്തോടെ ഹയർ സെൽഫിനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ആ ഉള്ളിലെ ശക്തി ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിൽ നിന്ന് അവളെ രക്ഷിച്ചു. അതേ ശക്തി നിന്റെ ചിന്തകൾക്കും മറുപടി തരും.